ഈ ഫ്രണ്ട്ഷിപ്സുകളൊക്കെ ഇൻസ്റ്റയിലൂടെ റീൽസുകളൊക്കെ അയച്ചിട്ട് പുതുക്കുന്നത് കാണലുണ്ട്. അതായത് എന്തെങ്കിലും റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പോ, അവിടെ ഉണ്ട്, സുഖാണ്, ജീവനോടൊക്കെ ഉണ്ട്, ഒക്കെ സുഖായിട്ട് പോകുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. രസാണ് സംഭവം. നമ്മളീ കുറേ മുന്നേ, അതായത് നമ്മുടെ ചെറുപ്പത്തില്, അതായത് വല്ലാണ്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറഞ്ഞാൽ മേ ബി കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ഒരു ബ്ലിസ്, ഒരു വാംത്ത് ഉള്ള, മേ ബി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തമാശ, സന്തോഷമൊക്കെ തന്നിട്ടുള്ള, ചിലപ്പോൾ ചിലതൊക്കെ ഭയങ്കര ക്രിഞ്ച് ആയിരിക്കും. ക്രിഞ്ച് നമുക്ക് ഇന്ന് അത് ഭയങ്കര എന്താ പറയുക, ഒരു ഓക്വേർഡ് തോന്നുന്ന മൊമെന്റ്സുകളായിരിക്കും നമുക്ക് അധികം ഓർക്കാനുണ്ടാകാം. പക്ഷെ ഇന്നത്തെ ഫ്രണ്ട്ഷിപ്സുകൾ നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടി പറയാൻ വേണ്ടി പറഞ്ഞെങ്കിൽ മേ ബി കംപ്ലീറ്റ് ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ പെർസ്പെക്റ്റീവിൽ, നമ്മുടെ എന്താ പറയുക, ഒപ്പീനിയനിലൊക്കെ. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് 2 ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതും, ഒന്ന് ഞാൻ ലൈക്ക് ഈ കംപ്ലീറ്റ് ഡിഫറന്റ് ആയിട്ട് പറഞ്ഞതും, ഒന്ന് തീരെ ഇല്ലാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ലൈക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നോണ്ടായിരിക്കും. മേ ബി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ആരോടും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതായിരിക്കും. പക്ഷെ അതല്ല, ഞാൻ സംസാരിച്ചിടത്തോളം, കേട്ടിടത്തോളം, അങ്ങനെ ഒരു സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ഈ ഒരു വ്യൂ പോയിന്റ് പറയലുണ്ട്. ആ ഒരു പഴയ പോലെ, ആ ഒരു എന്താ പറയാ, ആ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പറയാന്, കറക്റ്റ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയാനും പറ്റില്ല. വളരെ പ്രത്യേകിച്ച് കണ്ടീഷൻസ്, റൂൾസ് ഒന്നും ഇല്ല. അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നാലെ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അത് ഇപ്പോഴും എന്താ പറയാ കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ചൈൽഡ്ഹുഡ് ആയിട്ട്, ചെറുപ്പത്തിലേ ഉള്ള ആൾക്കാരായിട്ട് ഇപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത്രയും റെയർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഒരു ബ്ലെസ്സിങ് ആണ് അത്. അതല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നമ്മൾ ഓരോ ഫേസ് ഓഫ് ലൈഫിൽ ചിലർ വരും, ചിലർ പോകും എന്ന് വിശ്വസിക്കുന്ന ഞാനടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഈ ഒരു ഫ്രണ്ട്ഷിപ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാസീവ് ആയി പോയിട്ടുണ്ട് എല്ലാം. ആ ഒരു ട്രൂ സാധനമൊന്നും ആരും കീപ്പ് ചെയ്യുന്നില്ല. ചിലർ അതിനോട് എന്താ പറയാ, ഓക്കെയാണ്. ചിലർക്ക് മതി, അങ്ങനെ മതി. എവിടെയെങ്കിലും ഉണ്ടോ, ഉണ്ട്, അറിയാം. ഓക്കറിയാലോ ഞാൻ അവിടെ ഉണ്ടെന്ന്. ഓൻക്കറിയാലോ ഞാൻ അങ്ങനെയൊക്കെയാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെ, ഓൻ മനസ്സിലാക്കൂ, കുഴപ്പം, അങ്ങനെ പോകുന്നവർ ഓക്കെ, അത് വേറെ തന്നെ ഒരു രീതിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു സെൻസിലാണ്. ആ ഒരു പഴയ ആ ഒരു സാധനം എന്തുകൊണ്ട് ലൈക്ക് ഈ വിചാരിച്ച മാതിരിയല്ലേടി, എടി പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ ഇപ്പോൾ. ഞാൻ ജെൻഡർ അല്ല പറയുന്നത്. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആവട്ടെ, മെയിൽ ഫ്രണ്ട്ഷിപ്സ് ആവട്ടെ, ആഹ് എന്താ പറയാ, ആ ഒരു കംപ്ലീറ്റ് ആ റിലേഷൻഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്.